ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയുടെ കൂടെ വരുൺ വരികയാണ് കിരണിനെ കാണാൻ വേണ്ടിയിട്ട്. കാറിൽ വന്നിറങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ സരയുവും മനോഹറും കൂടി പുറത്ത് കറങ്ങാൻ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അവരും തിരികെ വരികയാണ്. സരയു ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വരുണിനെ കാണുന്നുണ്ട്. അപ്പോൾ കല്യാണിയോടായിട്ട് വരുൺ പറയുന്നുണ്ട്, അയ്യോ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം വീട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോക്കോ എന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ പുറകുവശമാണ് ശരിക്കും വരുണിനെ കാണുന്നത്. കല്യാണിയും വരുണും കൂടി അകത്തേക്ക് പോകുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ സരയു മനോഹറിനോട് പറയുന്നുണ്ട്, ദേ അവൾ ഏതോ ഒരുത്തിനെയും വളച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവനിപ്പോൾ കിടപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അപ്പോൾ ഇപ്പോൾ വേറെ ആരെയാണ് വിളിച്ചുകൊണ്ട് വന്നിട്ട്, ഇപ്പോൾ വേറെ ആരുടെ കൂടെയാണ് അവൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, കല്യാണം അങ്ങനെ ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മനുവേട്ടൻ അറിയാണ്ടാണ് അവളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ ശരിയാണ്, അവളുടെ സ്വഭാവം കുറേയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ എന്നും പറഞ്ഞാൽ അവർ അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും വരും നേരെ ചെന്ന് കിരണോടൊക്കെ സംസാരിക്കുകയാണ്. ഈ നാടകത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി ചായ എടുക്കാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുൺ കല്യാണിയുടെ കുറിച്ചുള്ള മഹിമൊക്കെ പറയുന്നുണ്ട്. കിരണേട്ടൻ്റെ ഭാഗ്യമാണ് ഇതുപോലുള്ള ഭാര്യയെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും ആവും നിത ഇതുപോലൊരു ഭാര്യയായി, ഇതുപോലെ നല്ലൊരു ഭാര്യയായി നിതയും മാറുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പുറത്തേക്ക് പോകുമ്പോഴും ആ മാസ്കും അതുപോലെ ഒരു തൊപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് പോയാൽ മതി, അവൻ കണ്ടു കഴിഞ്ഞാൽ അറിയണ്ട എന്ന് ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്യാണ്. പിന്നീട് നമ്മുടെ മനോഹർ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മനോഹർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹർ രാത്രിയാണ്. അപ്പോൾ മനോഹറിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ വന്ദനയുടെ മെസ്സേജ് തന്നെയാണ്. അപ്പോൾ വന്ദനയുടെ മെസ്സേജിൽ എനിക്കൊന്ന് കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്തൊന്ന് തിരിച്ച് റിപ്ലൈ അയക്കുന്നുണ്ട് മനോഹർ. അപ്പോൾ റിസ്ക് എടുക്കണ്ട, കാണണമെന്ന് തോന്നിയപ്പോൾ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഫോൺ തിരിച്ച് വിളിക്കുകയാണ്. ഈ ഫോണിലോട്ട് 10 മണിക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, വരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. അതായത് വരുണിനോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ മനോഹർ. ആ സമയത്ത് ഷാരി ഇത് കേൾക്കുകയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മോളെ ബോധിപ്പിക്കണ്ടേ, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത്, നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, നിന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ഷാരി. അപ്പോൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ ഉണ്ടാവുമെന്ന് ഷാരി വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ തളർന്നു കിടക്കുന്ന അദ്ദേഹത്തെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് നിന്റെ കല്യാണത്തിൽ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, പിന്നെ നിനക്കൊരു അമ്മയെ ഞാൻ ഫ്രീ ആയിട്ട് എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരാം, എന്നാൽ എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ ഞാൻ ഉടനെ തന്നെ പോകും. ഇപ്പോൾ 500 കോടി രൂപയാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ നക്കാപ്പച്ച പൈസയ്ക്കൊന്നും ഞാൻ പിന്നെ നിൽക്കില്ല എന്ന് മനോഹർ ഷാരിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യും. എന്തായാലും ഇതിന് നേരെ മനോഹർ റൂമിലേക്ക് ചെല്ലുകയാണ്, സരയുവിൻ്റെ അരികിലേക്ക്. അപ്പോൾ സരയുവിനോട് ഈ ഫോണിലെ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കിയെന്ന് പറയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, നാളെ രാവിലെ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാവിലെയാണോ മോളെ, ഒന്നുകൂടി നോക്കി, അയ്യോ PM ആണല്ലോ ഇത് എന്ന് പറയുന്നുണ്ട്. അതെ, ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ പോയിക്കോ മനുവേട്ടാ, കുഴപ്പമില്ല, എന്തായാലും മനുവേട്ടൻ്റെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകട്ടെ, ഞാൻ മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് കരുതി മനുവേട്ടൻ്റെ ജീവിതം തകർന്നു എന്ന് ആരും ഒരാളും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോയിട്ട് വരാം, ഇന്ന് തന്നെ വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് അറിയില്ല, നേരം വൈകാണെങ്കിൽ ഹോട്ടലിലല്ലേ, ഞാൻ അവിടെ തന്നെ കിടക്കുന്നോളാം, മോൾ ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രവും അതുപോലെ ഗംഗപ്രസാദും കൂടിയിട്ട് പറയുന്നുണ്ട്, അതെ എന്തായാലും രാഹുലേട്ടനെ കിടത്തിയത് അതെന്തായാലും ആ ചന്ദ്രസേനൻ്റെ ആൾക്കാരായിരിക്കും, അവരെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം കിരൺ ഒരിക്കൽ പോലും സംശയമില്ല അവർക്ക്, എന്തായാലും ഇതിനുള്ള തിരിച്ചടി കൊടുക്കണം, ആ ചന്ദ്രസേനനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞയച്ചോളാം എന്ന് ഗംഗപ്രസാദ് വാക്ക് കൊടുക്കുകയാണ് നമ്മുടെ വിക്രത്തിന്. അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണുമാണ്. കല്യാണിയും കിരണും ഇതേ സമയത്ത് അവരും പുറത്തേക്ക് പോകാൻ വേണ്ടി കല്യാണിയോട് ആവശ്യപ്പെടുന്നുണ്ട്. കിരൺ, എനിക്കൊന്ന് പുറത്തേക്ക് പോകണം, ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും ഇല്ല, ഒന്ന് പുറത്തേക്കൊക്കെ പോവാമെന്ന് പറയുമ്പോൾ അയ്യോ ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. അത് സാരില്ല, ആരും കാണില്ല, നമ്മൾ കാറിൻ്റെ ഉള്ളിലല്ലേ, പിന്നെ സ്വന്തം കാർ എടുക്കണ്ട, ഒരു ടാക്സി കാർ ഞാൻ അറേഞ്ച് ചെയ്യാം, അപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, കിരണേട്ടൻ്റെ ഒരു ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീയൊന്ന് ഇരുന്ന് നോക്ക് റൂമിൽ, അപ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന്. അപ്പം ശരി വാ പോവാമെന്നും പറഞ്ഞ് അങ്ങനെ അവരും ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മനോഹർ ഇറങ്ങുന്നുണ്ട്, അവിടെ നിന്ന് അവരും ഇറങ്ങാണ്. അത് അങ്ങനെ രണ്ട് കൂട്ടർ ഇറങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് കല്യാണിയും അതുപോലെ കിരണും കൂടി ഒരു തട്ടുകടയിൽ കയറി ചായയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ്.
ആ സമയത്ത് തന്നെയാണ് അതേ തട്ടുകടയിലേക്ക് മനോഹറും വരുന്നുണ്ട്. അപ്പോൾ ആളൊഴിഞ്ഞ തട്ടുകടയിലേക്കാണല്ലോ നമ്മുടെ കിരണൊക്കെ പോകുള്ളൂ. കാരണം കിരണിനെ ആരെങ്കിലും കണ്ടാലോ. അതുപോലെ തന്നെയാണല്ലോ മനോഹറും ആളൊഴിഞ്ഞ സ്ഥലത്ത് അല്ലേ വന്ദനയും കൊണ്ട് പോകുള്ളൂ. അപ്പോൾ രണ്ടുപേരും വരുന്നത് ഒരേ സ്ഥലത്തായി പോയി. അങ്ങനെ വന്ദന പെട്ടെന്ന് നമ്മുടെ കല്യാണിയെയും കിരണിനെയും കാണുന്നുണ്ട്. അവിടെ നിന്ന് ചായ കുടിക്കുന്നത്. പെട്ടെന്ന് തന്നെ മനോഹറിന്റെ കണ്ണിങ്ങനെ പൊത്തുകയാണ്. അപ്പോൾ കണ്ണ് പൊത്തുമ്പോൾ മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ എന്താന്നിങ്ങനെ ചോദിക്കുകയാണ്. കല്യാണിയും കിരണും വന്ദനയെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിരൺ വേഗം തന്നെ ഓടിപ്പോയി തൻ്റെ കാറിൽ, അതായത് ടാക്സിയിൽ അതിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ദന കൈയെടുക്കുന്നുണ്ട് മനോഹറിൻ്റെ മുഖത്ത് നിന്ന്. എന്താ എന്താ മോളു എൻ്റെ കണ്ണ് പൊത്തിയതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ആ തട്ടുകടയുടെ മുന്നിൽ കല്യാണി മാത്രം നിൽക്കുന്നുള്ളൂ. അപ്പോൾ കല്യാണി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓ ഇവളോ, പെട്ടല്ലോ ഈശ്വര എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. എന്തായാലും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടു. ഇനിയിപ്പോൾ എന്തായാലും മനോഹർ വണ്ടി എടുത്തൊന്നും പോകുന്നില്ല, കാരണം പിന്നെ അത് പ്രശ്നമാവും. അങ്ങനെ രണ്ടുപേരും വന്ദനയും മനോഹറും കൂടി ആ തട്ടുകടയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് കല്യാണി ഇവിടെ ഉണ്ടായിരുന്നോ, കിരൺ സാർ കാറിലിരിക്കുന്നുണ്ടല്ലോ എന്ന് മനോഹർ ചോദിക്കുകയാണ്. അതിനെന്താ കാറിലിരുന്നാൽ, എന്നും റൂമിൽ തന്നെ അടച്ചിട്ടായിരുന്നാൽ മതി, അങ്ങനെ തളർത്തി കിടന്നു എന്ന് വിചാരിച്ചിട്ട് എന്നും അങ്ങനെ ഇരുന്നാൽ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അതല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ, ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി വന്ദനയെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ ഇതെൻ്റെ കസിനാണെന്ന് പറയുന്നുണ്ട്. അതെ അതെ, നിനക്ക് കുറേ കസിന്മാരൊക്കെ ഉണ്ടാകും. അപ്പം വന്ദനയോടായിട്ട് പറയാണ്, അതെ ഇവനെ സൂക്ഷിക്കണം, കാരണം ഇവൻ ലോകം മുഴുവൻ പെണ്ണ് കെട്ടിയെന്ന്, ഇവന് പെണ്ണെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും മനോഹറിന് അത് വലിയൊരു പേടിയായി മാറുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, എന്തായാലും പോവാനോ നിൽക്കണ്ട, എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ഇവിടെ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി, ഭക്ഷണമൊക്കെ കഴിച്ചു എന്നും പറഞ്ഞ് കല്യാണി അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കല്യാണി പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ വന്ദനയോട് പറയുന്നുണ്ട്, അതെ അവർക്ക് അസൂയാണ്, എന്നെ കിട്ടിയില്ലല്ലോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അസൂയാണ്. പിന്നെ അവളുടെ ഭർത്താവാണ് ആ കാറിലിരിക്കുന്നത്, ഇപ്പം തളർന്ന് ഇങ്ങനെ കിടപ്പൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ കിട്ടാത്തതിലുള്ള നിരാശയൊക്കെയാണ് അവൾ ഈ പറഞ്ഞത്. അല്ലാതെ എന്നെപ്പറ്റി മോശമായിട്ട് മോളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്താ, മോളുമായിട്ട് ഞാനും തമ്മിലുള്ള ബന്ധം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ മനോഹർ വന്ദനയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിരണും കല്യാണിയും ആ കാറിൽ കയറി അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ഇതേ സമയത്ത് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ വന്ദന ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അതെ അവളുടെ ഭർത്താവ് അവനെ ഒട്ടും ഇഷ്ടമല്ല, അവൾക്ക് കല്യാണിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നത് അയാളെ തളർത്തി കിടത്തിയത് ഇവള് തന്നെയായിരിക്കും, ഇവൾ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടായിരിക്കും, അത്ര മോശപ്പെട്ടൊരു സ്ത്രീയാണ് അത് എന്ന് കല്യാണിയെ കുറിച്ചിട്ട് മനോഹർ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും വന്ദനയ്ക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ തലകുലുക്കി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.